സത്യം പറഞ്ഞ ഒരു വ്ളോഗ് എടുക്കാൻ തുടങ്ങുമ്പം ഞാൻ ആദ്യം വിചാരിക്കും എന്തിന്, ആർക്ക് വേണ്ടി, എന്തിനാണ് ഈ വ്ളോഗൊക്കെ എടുക്കുന്നത്. പക്ഷേ നമുക്കിനി കുറേ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പം ഇതിപ്പം ഒരാൾ കണ്ടോ, രണ്ടാൾ കണ്ടോ, മൂന്നാൾ കണ്ടാലും എനിക്കിത് കാണാലോ. നിമിഷങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ ഇനി ഭാവിയിൽ ഞാൻ എവിടെയായിരിക്കും, എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ എവിടെയായിരിക്കും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് എടുത്തു വെക്കുന്നത് ആർക്കെങ്കിലും ഒക്കെ ആർക്കും ഉപകാരമായില്ലെങ്കിലും എനിക്ക് ഉപകാരമാവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അതാണ് ഇതിൻ്റെ പർപ്പസ്, ഈ വ്ളോഗിൻ്റെ പർപ്പസ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീടിൻ്റെ സുപ്രഭാതം കണ്ട് തുടങ്ങാം. ഇങ്ങനെ മഴ ഇങ്ങനെ തോർന്നുള്ളൊരു ഫീലിൽ തന്നെ ഇവിടെ പുറത്തൊന്ന് നിൽക്കാൻ എന്ത് രസമാണെന്നറിയോ. അയ്യോ, ഈ ഫ്ലവേഴ്സിന് കാണിച്ചു തരാം. ഇതൊക്കെ ഏതൊക്കെയാ പോകുന്നൊന്നും എനിക്കൊരു പറയില്ല. ഇതേതാ? നല്ല രസം, എല്ലാം നല്ല കളേഴ്സ്. ഇതെവിടുന്ന് മനസ്സിലാ? ചെടികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ അമ്മ നാഗവല്ലിയാവും. ഓരോ തവണ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴും അമ്മ പുതിയ ഏതെങ്കിലും ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നാഗവല്ലി ചിലങ്കി എടുത്ത് കാണിച്ചിരുന്ന പോലെയാണ് അമ്മ ഓരോ തവണയും പുതിയ പുതിയ ചെടികൾ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അമ്മയുടെ ചെടി സ്നേഹം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ജസ്റ്റ് അമ്മയുടെ അടുത്ത് ഞങ്ങളാണോ ചെടികളാണോ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒരു 50% ചാൻസ് ഉണ്ട് അമ്മ ചെടികളാണ് ഇഷ്ടമെന്ന് പറയാൻ. ഇങ്ങനെ ചെടികൾ മാത്രമല്ല, ഇങ്ങനെ രാവിലെ എണീച്ച് അവിടെ ഫുൾ കിളികളുടെ ശബ്ദമായിരിക്കും മൊത്തം. അമ്മ ഇങ്ങനെ ഫുൾ ചെടികൾ പിടിപ്പിച്ചുകൊണ്ട് എസ്പെഷ്യലി ഇവിടെ ഈ ചെമ്പരത്തി ചെടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ കുഞ്ഞു 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 കിളികളാണ്. വീട്ടിൽ വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെത്രയൊക്കെ ജോലിക്കാരായാലും നമുക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 കുട്ടികളുണ്ടെങ്കിലും വീട്ടിൽ വരുമ്പോൾ നമ്മളെല്ലാവരും കസിൻസാണ്, നമ്മളെല്ലാവരും ചെറിയ പിള്ളേരാണ്. ഞങ്ങൾ റെഡിയായി. ലിറ്റിൽ ഓവർ ഡ്രസ്ഡ് ആൻഡ് ട്വിന്നിങ്. ദിസ് ഈസ് നോട്ട് ഓവർ ഡ്രസ്സിങ്. നമ്മളുടെ അടുത്ത വീട്ടിലൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി എല്ലാവരും എന്തായാലും ഈ ആഴ്ച നാട്ടിലുണ്ട്. അപ്പം അമ്മ ഓൾറെഡി അടുത്ത വീട്ടിൽ പോയി. ഇനി നമ്മൾ റെഡിയായി കഴിഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ കസിൻസ് അഞ്ചും അക്കുവും ഒക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ എന്നിങ്ങനെ ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ്. അപ്പം അവർ വന്നതിന് ശേഷം അവരിറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിറങ്ങാമെന്നുള്ളൊരു ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോളിൽ. ഞാനിന്ന് എൻ്റെ ലുക്കിൽ 100% സാറ്റിസ്ഫൈഡ് അല്ല. ക്രീം എടുത്തിട്ട് ഞാൻ നിന്നെ പെർഫെക്റ്റ് ആക്കി തരും. ഓക്കെ, എനിക്കൊരു 2 ആഴ്ചയായിട്ട് ഈ ഒരു ലുക്കാ. ഏത് അതോ? ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇല്ല ഗൈസ്. അത് ഇന്ന് വ്ളോഗ് തുടങ്ങി. എല്ലാ വീക്കെൻഡ്സും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ മിക്കപ്പോഴും അക്കു വേറൊരു സ്ഥലത്ത് വർക്കിംഗ് ആണ്. അവളുടെ ലീവും എൻ്റെ ലീവും ഒരിക്കലും റെയറായിട്ടേ മാച്ച് ആവിട്ട് വരാറുള്ളൂ. അപ്പം നമ്മളെല്ലാവരും കൂടുന്ന ഒക്കേഷൻസ് കുറവായിരിക്കും. അത് മാത്രമല്ല അഞ്ജു ഓൾസോ ഇവിടെ അഞ്ജുവിൻ്റെ വീട്ടിലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെൻറ്റ് കാണും. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി കൂടുന്നത് ഇപ്പം റെയറായിരുന്നു. പണ്ട് അങ്ങനെയല്ല, പണ്ട് നമ്മളെല്ലാവരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ പക്ഷെ റെയർ ഒക്കേഷൻസാണ്, പ്രഷ്യസ് ഒക്കേഷൻസാണ്. ഇതൊക്കെ നമ്മൾ ഫുൾ ഗോസിപ്പും പറഞ്ഞ് അതുവരെയുള്ള ഗോസിപ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ചില സമയത്ത് നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ട് വരിക. കാരണം നമുക്ക് പണ്ടിങ്ങനെ നമ്മൾ എല്ലാവരും എല്ലാ സമയത്തും ഉണ്ടല്ലോ, ആരും ഇത്ര തിരക്കില്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാവരുടെ ജോലി നോക്കണം, വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് നോക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം
ബട്ട് ഈ ആഴ്ച നമ്മൾ നന്നായി ജസ്റ്റ് ഒരു ഹാഫ് ഡേ ലൈക്ക് 1 ഫുൾ ഡേ 5 ഉച്ചയ്ക്ക് പോയി. അതിന് ശേഷം അർജു ഉണ്ടായിരുന്നു. ഇത്ര നേരം അർജു ബിസി ആയിരുന്നു. അപ്പം അതിന് ശേഷം അർജു ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ദിവസം നമ്മൾ നല്ല രസമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കുറേ ഗെയിംസ് എല്ലാം കളിച്ചുകൊണ്ട് നല്ല രസമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ പ്രധാന എൻ്റർടൈൻമെൻറ്റ് ഒന്ന് ദൈവളും പിന്നെ ദൈവനുമാണ്. ഇവൻ പിന്നെ ഞങ്ങളെ മൈൻഡാക്കാറില്ല. അവൻ ആകെക്കൂടെ ജീവിതത്തിൽ ലോകത്തും ആകെക്കൂടെ ഇഷ്ടമുള്ള ഒരേ ഒരാൾ അവൻ്റെ മാമനാണ്. അതുകൊണ്ട് മാമനില്ലാതെ വരുമ്പോൾ വല്ല സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഞങ്ങളോട് മിണ്ടിയാലായി. അല്ലെങ്കിൽ അവൻ അമ്മേനെപ്പോലും വേണ്ട, അമ്മേനെപ്പോലും മൈൻഡാക്കൂല. ഡുണ്ടൂനും പിന്നെ വലിയ മൈൻഡൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്കിങ്ങനെ ഡുണ്ടുവിനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഞങ്ങൾ എന്നിട്ട് അന്ന് കള്ളനും പോലീസും നെയിം പ്ലേസ് അനിമൽ തിങ് ഇതൊക്കെ പണ്ടത്തെ കളിയാണ്. ഈ മറ്റേ നമ്മുടെ പണ്ട് അച്ഛനും അമ്മയും നമ്മളോട് പറയുന്നത് പോലെ ഈ കളിയൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ, കുട്ടിങ്കോലും നിങ്ങൾ കളിച്ചിട്ടുണ്ടോ, മുറ്റത്തിറങ്ങി കളിച്ചിട്ടുണ്ടോ, മറ്റേ ഞൊണ്ടി കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഞങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരോട് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ കള്ളനും പോലീസും കളിച്ചിട്ടുണ്ടോ, നിങ്ങൾ നെയിം പ്ലേസ് അനിമൽ തിങ് കളിച്ചിട്ടുണ്ടോ. ഇപ്പം പിമ്പോസ്റ്ററൊക്കെ അല്ലേ. അങ്ങനെ ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുമായിരുന്നു. ആണോ ഉറപ്പിച്ച മണ്ടൂസ് ഞാൻ തന്നെയായിരുന്നു കള്ളൻ. ഓക്കെ മന്ത്രിയാ മന്ത്രി പോലീസിനെ കള്ളൻ. അയ്യോ പോയിന്റ് റാണി എന്തേലും ആവട്ടെ പൊന്നു റാണി. ഞാൻ ഇനി ഫോട്ടോ എടുക്കുക നല്ല രസം. ഹായ് ഗായ്സ്, സോ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകുകയാണ്. ഞങ്ങൾ വ്ളോഗ് ഇടാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഫേമസ് ആകും, അതുകൊണ്ട് നമ്മൾ വ്ളോഗ് ഇടില്ല. ഇനിയിപ്പോ ആൾക്കാരൊക്കെ കണ്ട് നമ്മുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുക, ഫാൻസ് ഒക്കെ വന്നാ ഷോ ഞങ്ങൾക്ക് പറ്റില്ല, പ്രൈവസി ഉണ്ടാവില്ല. പിന്നെ അതെ, അല്ലാണ്ട് ഞങ്ങൾക്ക് പണി അറിയാത്ത കൊണ്ടല്ല. ഓക്കെ. ഹായ് പൊന്നു, എപ്പോഴാണ് പൊന്നുവിന്റെ കല്യാണം? അറിയില്ല, ഈ വർഷം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയണം? അറിയില്ല. നല്ല പൊന്നു മുതുക്കളവിയായോ, മുറുക്കൊക്കെ ചെയ്യുന്നു. ഞാൻ ഒട്ടും ഓവർ തിങ്ക് ചെയ്യാതെ വളരെ അൺബോതേർഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നൊരു സ്പേസാണ് എൻ്റെ ഈ കസിൻസ് ഗ്രൂപ്പിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. ഒന്നും ചിന്തിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ചില്ലിങ് ആൻഡ് വൈബിങ്. വെറുതെ ഒരു ചായ കുടിക്കാൻ. പല്ല് മഞ്ഞ കളറാണ് ഓൾറെഡി, അതിൽ പിന്നെ ഇതിപ്പോൾ ഒരു ചായ കുടിക്കാൻ പോണ സീനാണ്. നമ്മൾ ആ രാവിലത്തെ ആ ചെറിയ പരിപാടി കഴിഞ്ഞപ്പം അഞ്ജുവിന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പം സാധാരണ അർജു ഈ ഇടയിൽ ഭയങ്കര ബിസിയാണ്, പണ്ടത്തെ പോലെയല്ല. അപ്പം അർജു വന്ന് ചായ കുടിക്കാൻ പറഞ്ഞപ്പം എല്ലാവരും കൂടി കാറിൽ കയറിയതാണ്.
ഞങ്ങൾ പിന്നെ ചുമ്മാ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇങ്ങനെ റീലൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇമ്പോസ്റ്റർ കളിച്ച് തുടങ്ങിയതാണ്. അർജു വരുമ്പം ഞങ്ങൾ 4 പേരും കൂടിയിട്ട്. പക്ഷെ നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങൾ വഴിനീളെ ചായ കുടിക്കാൻ പോകുന്ന വഴിനീളെയും പിന്നെ ചായ കുടിക്കുന്ന സ്ഥലത്ത് ഫുള്ളും ഇമ്പോസ്റ്റർ കളിക്കുമായിരുന്നു. നമുക്ക് ആ ഒരു ആപ്പിലുണ്ട്, ആ ഒരു ആപ്പിൽ റാൻഡമായിട്ടൊരു വേർഡ് അവർ ഇപ്പം 5 പേരാണ് കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേർക്ക് ആ ആപ്പ് വേർഡ് കാണിച്ചു തരും. ഒരാൾക്ക് ഇമ്പോസ്റ്റർ എന്നുള്ളതായിരിക്കും വേർഡ് കാണിച്ചു തരിക. എന്നിട്ട് നമ്മൾ കളിച്ചു. നല്ല രസമായിരുന്നു, കോമഡി ആയിരുന്നു മൊത്തത്തിൽ. വിന്നർ ഡാൻസ് പറ. സ്റ്റേജ് മോഹിനിയാട്ടം ആരും പോസ്റ്റ് അല്ലേ? എല്ലാരും പറ. ഞാനല്ല അർജുൻ. അല്ല അർജുൻ അല്ല, ചിത്തു. എന്തായിരുന്നു വേർഡ്? ക്ലാസിക്കൽ. അടുത്ത പ്രധാന പരിപാടിയായിരുന്നു ഈ വീക്കെൻഡിലെ പ്രധാന ലക്ഷ്യം ആയിരുന്നു ടി വി വാങ്ങിക്കാൻ പോലെ. നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ള ടി വി എന്ന് പറയുന്നത് 2016 മറ്റെങ്ങാണ്ട് വാങ്ങിച്ചത്. നമ്മൾ 2015 ഈ വീട് വെച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പം അന്ന് വാങ്ങിച്ച ടി വിയാണ്. അപ്പം ഇപ്പം പുതിയ ടി വി വാങ്ങിക്കുക എന്ന് പറഞ്ഞപ്പം അച്ഛനും അമ്മയും വൻ എതിർപ്പായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് അവസാനം വാങ്ങിക്കാൻ കൊണ്ടുപോയപ്പം അവർക്ക് 65 പോരെ, 75-ൻ്റെ ടി വി വേണമെന്നൊക്കെ. അവസാനം പറഞ്ഞ് 75-ൻ്റെ ആവശ്യമില്ല, 65 മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒന്നും അറിഞ്ഞിട്ടല്ല, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്. വാങ്ങിക്കുമ്പോൾ നല്ലത് വാങ്ങിക്കണം അത്രേ. എന്താ ഇതിൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലായില്ല. ബട്ട് എനിക്ക് എൻ്റെ ഒരു ഇതിൽ 55 മതി. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ 10 വർഷത്തിന് ശേഷം വാങ്ങിക്കല്ലേ വിചാരിച്ചിട്ടാണ് 65-ൻ്റെ വാങ്ങിച്ചത്. അപ്പോഴുണ്ട് രണ്ടുപേരും കൂടി എന്നിട്ട് മറ്റേ ഷോറൂമിലെ ആൾ ഗെയിമിങ്ങിൻ്റെ ടി വിയൊക്കെ കാണിച്ചപ്പം രണ്ടുപേരും ഇരുന്ന് കേൾക്കൊക്കെ ആയിരുന്നു. അങ്ങനെ അത് സക്സസ് ആയി ടി വി വാങ്ങിക്കൽ. നല്ല ദിവസമായിരുന്നു, ഭയങ്കര ഇവന്റ്ഫുൾ ആയിരുന്നു. അതായത് രാവിലെ നമ്മൾ രാവിലെ ഇവിടെ കസിൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധാരണ ഇരുന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇന്നാ നമ്മൾ കുറെ കളി കളിച്ചു. ഇപ്പം ഇമ്പോസ്റ്റർ ആണല്ലോ ട്രെൻഡ്. അപ്പം ഞങ്ങൾ കുറെ ഇമ്പോസ്റ്റർ കളിച്ചു. എല്ലാവർക്കും ഇമ്പോസ്റ്റർ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാവരും കളിച്ചുകൊണ്ടേയിരിക്കാം. വീഡിയോ എടുത്തില്ലെങ്കിലും കളിച്ചുകൊണ്ടേയിരിക്കാം എന്ന് പറയായിരുന്നു. ഞങ്ങൾ പാല് വാങ്ങിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കുറെ ഇമ്പോസ്റ്റർ കളിച്ചു. നല്ല കോമഡി ആയിരുന്നു ഒന്നാമത്തെ കാര്യം. കൂടെ കളിച്ചാൽ നല്ല രസമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ടി വി വാങ്ങിക്കാൻ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നടക്കുമെന്ന് വിചാരിച്ചില്ല, അതും നടന്ന്. പിന്നെ അതല്ലാതെ ഇന്നലത്തെ ഇന്നലെ ഒരു മണ്ടത്തരം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ടി വി വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഓട്ടോയിലാണ് വന്നത്. ഓട്ടോയിൽ വന്നിട്ട് എൻ്റെ പുതിയ ഐഫോൺ ഉണ്ട്. അപ്പം അതിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 13 ഉണ്ട്. അപ്പം അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ആയിട്ട് എൻ്റെ ഫ്രണ്ട് സംഗീനെ കണ്ടു. അത് ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അതൊന്നും. അപ്പം ഞാനിങ്ങനെ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ ആ മൈജിന്ന് ഞാൻ എൻ്റെ 13 വെച്ചിട്ട് നമ്മൾ പേ ചെയ്തിട്ട് ഇറങ്ങി ഓട്ടോ കയറി. അപ്പം എനിക്കറിയാം മൈജിയാണല്ലോ നമ്മൾ ലാസ്റ്റ് പോയത്. അവൻ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ട് ഇറങ്ങി ഓട്ടോ കയറുന്നത് വരെ എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്. ഇവിടെ എനിക്ക് ഓട്ടോയിൽ നിന്ന് തന്നെ തിരയണം തോന്നിയിട്ടാ. അത് എൻ്റെ കയ്യിലില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ, കാരണം കുറേ ഫോണുണ്ടല്ലോ. പക്ഷെ തരുന്നില്ല കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഉണ്ടാവും, കാരണം എന്തായാലും എവിടെ ഉണ്ടാവുമല്ലോ, നമ്മുടെ ബാഗിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ബാഗിൽ ഈ പുതിയ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഓ അതാണ് ഞാൻ ഇപ്പൊ അമ്മയെ വിളിച്ച പട്ടിയുണ്ടേ. ആ അത് കഴിഞ്ഞിട്ട് വീടെത്തിയപ്പം എൻ്റെ സംശയം ശരിയായിരുന്നു, ഫോണില്ല. ഞങ്ങൾ പാനിക്കായി. ആ ഭാഗ്യത്തിന് അച്ഛൻ ഓട്ടോക്കാരുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചന്ദ്രനഗറ വീട്, പേരും അറിയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഫൈൻഡ് മൈ ഐഫോൺ ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഫൈൻഡ് മൈ ഐഫോൺ ഉപയോഗിക്കേണ്ടി വന്നത്. ഞാൻ 2022 ഫോൺ വാങ്ങിച്ചതിന് ശേഷം ഇന്നലെയാണ് ഉപയോഗിക്കേണ്ടി വന്നത്. പക്ഷേ എന്തൊരു നല്ല ഫീച്ചറാണെന്നറിയോ. എന്നിട്ട് ഞങ്ങളപ്പം തന്നെ ഫൈൻഡ് മൈ ഐഫോണിലും ഞങ്ങൾക്ക് കാണാം ഇങ്ങനെ മറ്റേ ആ ഓട്ടോക്കാരൻ്റെ ഇതിൽ കാഴ്ചപ്പറമ്പ്, അയാൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പം ഇവിടുന്ന് കാഴ്ചപ്പറമ്പ് എന്നുള്ള സ്ഥലത്തൊക്കെ എത്തി പോകുന്നൊക്കെ ഞങ്ങൾ കാണാം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫൈൻഡ് മൈ ഐഫോൺ തരുമ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം വിളിക്കുമ്പം എടുക്കുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു ഈശ്വര അയാൾ മനഃപൂർവ്വം എടുക്കാണ്ട് ഫോൺ വെക്കാനുള്ള പരിപാടിയൊക്കെ ഒന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. മുഖം നേരെ കണ്ടിരുന്നെങ്കിൽ നമ്മളങ്ങനെ സംശയിക്കില്ലായിരുന്നു. ചന്ദനക്കുറയൊക്കെ ഇട്ട് ഒരു പാവം മനുഷ്യൻ. അപ്പോൾ എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ ഫൈൻഡ് മൈ ഐഫോണിൽ നമുക്ക് സൗണ്ട് പ്ലേ ചെയ്യാനുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ മറ്റേ റിങ് ആവുന്നുണ്ടായിരുന്നു എന്നാണ് പുള്ളി എനിക്ക് തോന്നുന്നത്. സൗണ്ട് പ്ലേ ചെയ്യാ പറഞ്ഞ എന്താ, റിംഗ് ടോൺ പ്ലേ ചെയ്യല്ല, എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ടാവും അതില്. അതാണ് പുള്ളിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് കാരണം അത് കഴിഞ്ഞാണ് പുള്ളി റെസ്പോണ്ട് ചെയ്തത്. അതുകൊണ്ടാണ് അയാൾ അടിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. തിങ്ങി സൈലന്റ് ആയിരുന്നു തോന്നുന്നു. ഇവിടെ ഉണ്ടായിരുന്നോ പാല് വാങ്ങിക്കാൻ? അല്ല ഇത് വ്ളോഗ് എടുക്കുന്ന എന്താണ്? നിങ്ങൾ പോയില്ലേ എവിടെ? ബിസിയസ്റ്റ് പേഴ്സൺ ഓൺ എർത്ത് ഈസ് ഹിയർ. ചെറിച്ചന്റെ അവിടെ കളി കാണാമെന്നാണ്. അർജന്റീന ജയിച്ചു, ഞങ്ങളൊക്കെ കണ്ട്. ഞങ്ങൾ ബൈ ബൈ തോറ്റു പെർസ്പെക്റ്റീവ്. അപ്പോൾ ബാക്കി പോകുമ്പോൾ പറയാം. എൻ്റെ കഥ തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പം ആ റിംഗ് ടോൺ അടിച്ചോന്നറിയില്ല. പക്ഷേ നമ്മൾ ആ മറ്റേ ഫൈൻഡ് മൈ ഫോൺ കൊടുത്തിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനും പറ്റി. പിന്നെ പ്ലേ സൗണ്ട് കൊടുത്തപ്പം ഭാഗ്യത്തിന് റിംഗ് അടിച്ചു തോന്നുന്നു. പക്ഷേ എന്നിട്ട് അയാൾ കൊണ്ടുതരാന്ന് പറഞ്ഞു. നമ്മൾ വാടക പഴയ കഥവൊക്കെ അപ്പോൾ വാടക കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ അത് തിരിച്ചു കൊണ്ട് തന്ന്. അപ്പം പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അയാൾക്ക് പാവം ഫോൺ എടുക്കാൻ അറിയില്ലായിരുന്നു. അതായത് അയാളിലെ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടാണ് അയാൾക്കൊരു കുഞ്ഞു ഫോണുണ്ട്. അതായത് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടാണ് ആ കുഞ്ഞു ഫോണ് എങ്കിലും കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ശരിക്കും അയാൾക്ക് ഫോൺ എടുക്കാൻ അറിയില്ലായിരുന്നു. പാവം. എന്നിട്ട് അയാൾ ഏതോ പെട്രോൾ പമ്പിൽ കൊടുത്തിട്ടാണ് അത്രേ ഫോൺ എടുപ്പിച്ചത്. സോ അതൊരു ഇന്നലത്തെ നല്ലൊരു എക്സ്പീരിയൻസ്. എന്നിട്ട് അവിടെ എത്തിയപ്പോ രണ്ടാളും കൂടെ എന്തായാലും എടുക്കണോ. അപ്പൊ 65 ഇഞ്ച് എടുത്താ, ഞങ്ങൾ 55 പോരാ. 65 1 ലക്ഷത്തിന് ഞാൻ എന്നാ എടുക്കുന്നൊക്കെ. കുറച്ചുകൂടെ വലുതാണല്ലോ മറ്റേ ഗെയിമിംഗ് ഒക്കെ ഉള്ള. നമ്മള് ഗെയിമിംഗ് ഒന്നും ഇല്ലല്ലോ. അല്ല എടുക്കുമ്പോ നല്ലത് എടുക്കണ്ടേ. രണ്ടും 65 ഇഞ്ച് എടുത്തു. 70,000 പ്ലസ് സ്റ്റെബിലൈസർ 4,000. എന്താണ് പ്രൈവറ്റ് ആയിട്ട്. ഇന്നലത്തെ TV വാങ്ങിക്കാൻ പോയ കഥയും കൂടി പറയണം. എപ്പിക് കഥയാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ TV വാങ്ങിക്കാൻ ആർക്കും ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഞാനാണ് വാശി പിടിച്ച് ഞാൻ ഇങ്ങോട്ട് വരില്ല TV വാങ്ങിക്കാണ്ട് എന്നൊക്കെ ചുമ്മാ എന്നാലും പറഞ്ഞു. കാരണം ഇവിടെ ആ ഒരു 2016-17 സീക്രട്ടായിട്ട് എന്നോട് ഇതെന്താ ഈ ടിവിയുടെ പ്രത്യേകത എന്താണ് ഷൂ പോലെ നീ കേൾക്കണ്ട ചോദിക്കപ്പോഴത്. ഞാൻ എൻ്റെ വ്ളോഗിൽ ഭയങ്കര ഒരു വില്ലത്തിയാവോ? ആനകൃഷ്ണൻ എല്ലാ വീട്ടിലും അമ്മ ഒരു വീട്ടിലും ചിത്ത് പാടില്ല. അപ്പോൾ ഞാൻ 2016-17 വാങ്ങിച്ച TV ആണ്. നമുക്കിപ്പം ഞാൻ വല്ലപ്പോഴും വീട്ടിലേക്ക് വരുന്നത്. ഞങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിലും ഒന്നും ചെയ്യാനില്ല. നമ്മൾ കൂട്ടത്തിൽ ഒരുമിച്ച് ഒരു സിനിമ കാണുക, അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആസ് എ ഫോം ഓഫ് എന്റർടൈൻമെന്റ് ബോണ്ടിങ്. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രസമില്ല. ഒരു ഫോട്ടോ എടുത്തോട് എടുക്കാം, പിന്നെ എടുക്കാം. ഇപ്പൊ തന്നെ എടുക്കുക. ആ വെള്ള സാധനത്തിൽ അടിച്ചാൽ മതി.
എടി പൊട്ടി, അത് വെള്ള സാധനം ഈസ് നോട്ട് ആണോ? ആ ആ അപ്പം എന്താണ് ഞാൻ എന്താ പറയുന്നത്? അപ്പോൾ 2016-17 വാങ്ങിച്ചതാണ് ഈ TV. അതായത് OTT ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഐ വാസ് ലൈക്ക്, ഒന്നാമത്തെ കാര്യം ഇപ്പം കുഴപ്പമില്ല, വാങ്ങിക്കാം, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതൊരു നല്ല ഫോം ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ എന്തിനു വാങ്ങിക്കാതിരിക്കണം? കാരണം ഇവർക്ക് അതിന്റെ യൂസ് അറിയില്ല. അതെ, ഇവർക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് വേണം പറഞ്ഞിട്ടും ഇവര് സമ്മതിക്കുന്നില്ല. അങ്ങനെ പറയും, പക്ഷെ ഭയങ്കര കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടു വെച്ചാൽ എങ്ങനെ ചുമ്മാ രണ്ട് സമയത്ത് നമ്മുടെ മൂഡ് പോയോണ്ട് ഒരു ഇത് അങ്ങനെ എനിവേ എന്നിട്ട് അവസാനം കൺവിൻസ് ചെയ്ത്, അതായത് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നത് വരെ ഇവർ പറയായിരുന്നു എന്തിനാ TV, നമുക്ക് വേണമെങ്കിൽ വേറെ ഫർണിച്ചർ വാങ്ങിച്ചിട്ട് വന്നാലോ എന്നൊക്കെയായിരുന്നു സംസാരം. അവിടെ ചെന്നപ്പം ഞാനിങ്ങനെ 55-65 വേണോ, 65 പറഞ്ഞപ്പോ ഇല്ല 65 സാർ 65 ഏറ്റവും കൂടുതലുള്ളത്. അതെ, ഓക്കെ. പിന്നെ സാധാ TV പോലെ ഗെയിമിങ് കളിക്കാൻ പറ്റുന്ന TV വേണം. അതായത് OTT പോലും എടുക്കാൻ പറ്റാത്ത ഇവർ പറയാണ്. അപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞു 55-ന്റെ TV വേണോ 65 വേണോ, ഇവര് എടുക്കുകയാണെങ്കിൽ അപ്പം ശരി, ഞാൻ LGയുടെ ഒരു 65-ന്റെ ലേറ്റസ്റ്റ് മോഡലിൻ്റെ ഒരെണ്ണം പറഞ്ഞു കൊടുത്തപ്പം ഇവര് അപ്പോഴേക്കും മറ്റേ കടയിൽ നിൽക്കുന്ന ആള്, സാർ അതല്ല, അതിനേക്കാളും നല്ല 1 ലക്ഷത്തിൻ്റെ വേറെ ഉണ്ട്. അമ്മയും അച്ഛനും എന്നാൽ പിന്നെ എടുക്കുകയാണെങ്കിൽ അതെടുക്കാമെന്നൊക്കെ ഫുൾ ഞങ്ങളിങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്ലേറ്റ് മാറി നല്ല കോമഡി ആയിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു, എൻ്റെ ആവശ്യമില്ല, മറ്റേത് ഗെയിമിങ് കളിക്കുന്നവർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ TV വാങ്ങിച്ചത്. എനിവേ ഞങ്ങൾ TV വാങ്ങിച്ചു ഇന്നലെ. എന്നിട്ട് ഇന്ന് എനിക്ക് ചിരി വരുന്നുണ്ട്. ഇന്നത് കൊണ്ടുപോയി ഡെലിവറി ചെയ്യും, മറ്റന്നാളെ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, സോ മൊത്തത്തിലൊരു ഇവൻറ്റ്ഫുൾ ഡേ ആയിരുന്നു. എനിക്ക് വയ്യ, ഫോൺ നോക്കാൻ വയ്യ, അടുക്കി വയ്ക്കാൻ വയ്യ, പഠിക്കാൻ വയ്യ. സോ ഐ ആം ജസ്റ്റ് മെഡിറ്റേറ്റിംഗ്. ചെറുപ്പം മുതലേ റിലീജിയസ് ആയിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു കാര്യമായിരുന്നു ഹെന്നയിടൽ. കാരണം എൻ്റെയും പൊന്നൂൻ്റെയും മുടിയിൽ ഒരുപാട് വെള്ളമുടി ഉണ്ടായിരുന്നു, ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും എവിടെയും പോകുമ്പോൾ ഇതെന്താ പിള്ളേർക്ക് വെള്ളമുടി എന്ന് ചോദിക്കും. അതുകൊണ്ട് അമ്മ ചെറുപ്പം മുതലേ നമുക്ക് ഹെന്നിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 2 ദിവസം ഇങ്ങനെ ഒരു നായിക ഫീൽ ആയി, ഇങ്ങനെ മുടിയൊക്കെ പറന്ന മുടി നല്ല രസമാണ്. ഹെന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കര കട്ടിയുള്ള എന്നാൽ സിൽക്കി ആയിട്ടുള്ള ഹെയറൊക്കെ ആയിട്ട് തോന്നും. ഇപ്പം ഞാൻ വീട്ടിലേക്ക് എല്ലാ വീക്കെൻഡ്സും വരാൻ പറ്റാത്തതുകൊണ്ട് ഹെന്നിട്ടിലൊക്കെ വിരളാണ്. ഇനിയിപ്പം ഞാൻ ഇടയ്ക്ക് വീക്കെൻഡ്സിൽ പോയാലും ചിലപ്പോൾ ആ ആഴ്ച പറ്റണം എന്നില്ല. അപ്പം ഈ വീക്കെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെന്നി ഇടാനും പറ്റി. അപ്പം അതുകൊണ്ട് കൂടി ഈ വീക്കെൻഡ് എക്സ്ട്രാ സ്പെഷ്യലാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ നമ്മളുടെ ജീവിതത്തിൻ്റെ സ്വീറ്റ് മൊമെൻറ്റ്സ്. അല്ല, എന്തിനാ ഞാൻ അത്ര വിവരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹെന്നി ഇട്ടത് മറ്റേ ഓൾറെഡി നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. അപ്പം ഹെന്നിയും കൂടി ഇട്ടപ്പം നൈസായിരുന്നു. ഒരു സ്റ്റെപ്പ് കയറിയിരിക്കണം വേണ്ടല്ലോ. എന്നെ അടുക്കി വെക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് നീ പിന്നെ എന്നെ ഈ ഇങ്ങനെ മരട്ടിക്കൊണ്ടിരുന്ന അമ്മ ഈ ഹെന്നയുടെ കറക്റ്റ് റെസിപ്പി റെസിപ്പി അല്ല നിങ്ങൾ എന്തിനാ അമ്മ അമ്മ ഉണ്ടാക്കുന്നത് പറ. ഞാനിപ്പോ കുറച്ചായിട്ട് ഉണ്ടാക്കണില്ലല്ലോ. എടാ, അമ്മ ഒരു പണ്ട് മുതലേ ഈ ഇത് തരില്ല. അത് എങ്ങനെയാണ് റെസിപ്പി പറ. റെസിപ്പിയിൽ എങ്ങനെ ഉണ്ടാക്കണം കറക്റ്റ് പറയും. 1 മിനിറ്റ് പകരം ഈ വെള്ളം ലേശം വെള്ളം. ഞാൻ ഇതില് എന്താ പ്രശ്നം പറഞ്ഞു ചോദിച്ചാൽ ഒറിജിനൽ മൈലാഞ്ചി വേണം, നല്ല ബ്രാൻഡിന്റെ മൈലാഞ്ചി, നല്ല സാധാരണ കിട്ടുന്ന ഹെന്നപ്പൊടി വാങ്ങിക്കണ്ട. എന്താ കാരണം പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇത് ഉണ്ടാവുകയും ഈ മൈലാഞ്ചി പൊടി അമ്മ ഏതാ ഉപയോഗിക്കപ്പോ? ഞാന് അവിടെ ഒരു മേഘ ആയുർവേദ
ഇതൊന്ന് ഒറിജിനലായിട്ട് അവര് ബ്രാൻഡ് കൊലാബാണ്. ആ അത് കുറച്ച് നെല്ലിക്കപ്പൊടി ആയില്ലേ. ഈ അതൊരു 10 സ്പൂൺ മൈലാഞ്ചി പൊടി എടുത്താൽ ഒരു 2 സ്പൂൺ നെല്ലിക്കപ്പൊടി അങ്ങനെ മതി. 5 ടേസ്റ്റ് തോന്നുന്നു അത്ര മതി നെല്ലിക്കപ്പൊടി. കാരണം ഇത് വിറ്റാമിൻ സി അല്ലേ, മുടിയുടെ ഹെൽത്തിനും ഭയങ്കര ഇതാണ്. ചായയുടെ ഇത് പ്രോസസ് എന്ന് പറഞ്ഞാൽ മുടി ക്ലീൻ ചെയ്യും. അതെങ്ങനെയാ ചേർക്കുവാ? ചായ വെള്ളം ഞാൻ ആദ്യം ചായപ്പൊടി ഇട്ട് നന്നായി, ചായപ്പൊടിയും ബീട്രൂട്ടില്ലേ, എനിക്ക് ചന്ദ്രമായാണ് പറഞ്ഞത്. ബീട്രൂട്ട് ഇപ്പൊ ബീട്രൂട്ട് പൊടി വാങ്ങിക്കാൻ കിട്ടുന്നു ആയുർവേദ കടകളില്. ബീട്രൂട്ട് പൊടിയാ. എനിക്ക് ഇത്തിരി അലോവേര ജെല്ലും വാങ്ങിക്കണം. അടുത്ത പ്രാവശ്യം നോക്കിട്ട് അതും കലക്കണം. അപ്പൊ ഇതൊക്കെ ഈ മുടിയുടെ താരം പോവും. അല്ല അമ്മ, അപ്പം ചായ വെള്ളവും ചായയും ഈ ചായ വെള്ളം അങ്ങനെ ഞാൻ കലക്കണം. ഇപ്പൊ ബീട്രൂട്ടിനെ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായി തിളപ്പിക്കും. നന്നായി തിളപ്പിച്ചിട്ട് ആ ബീട്രൂട്ടിന്റെ ചണ്ടിയില്ലേ അതൊക്കെ പോയി ആ വെള്ളത്തിലാണ് ഞാൻ ചായ വെള്ളം തിളപ്പിക്കുക. ആയാ അപ്പൊ എന്താണ്, നല്ല ഇത് മുടി ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. എന്നിട്ട് ഒരു നുള്ളു കാപ്പിപ്പൊടി, ഒരു കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര, ചായപ്പൊടി നന്നായിട്ട് ഒരു 5-6 സ്പൂൺ എടുക്കും ഒരു പ്രാവശ്യം ആക്കാൻ. അതിന്റെ വെള്ളമാണ് ഉപയോഗിക്കുക. ഈ ബീട്രൂട്ട് വെള്ളത്തിലാണ് ഞാൻ ചായപ്പൊടി തിളപ്പിക്കുക. ബീട്രൂട്ടിന്റെ ഇതും കിട്ടിയില്ലേ, അതും കിട്ടി. ഇത് മെയിൻ ആയിട്ടുള്ള ഈ സാധനങ്ങള്. പിന്നെ മുടി നന്നായി കഴുകിയ മുട്ട വേണ്ട. മുടി നന്നായി മുട്ടയുടെ എന്താന്ന് പറഞ്ഞാൽ കണ്ടീഷണറാണ്. വെള്ളം മാത്രം കൊടുക്കണം. വെള്ളം മാത്രം എടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ചായ ഒരു പ്രാവശ്യം തയ്യാറാക്കിയിട്ട് നമുക്ക് ഏകദേശം ചിത്രം കിട്ടും. ചായപ്പൊടിയൊക്കെ 5-6 സ്പൂൺ എടുക്കും ഒരു പ്രാവശ്യം ആക്കണേ. 5-6 സ്പൂണല്ല, 10 സ്പൂണൊക്കെ ഞാൻ നല്ലോണം എടുക്കും. എടുത്ത് അരിച്ച് എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രാത്രി ഇരുമ്പ് ചീഞ്ചട്ടിയിൽ വെക്കണം. എന്റെ ഇരുമ്പ് ചീഞ്ചട്ടി കാണാനില്ല. പിന്നെ എങ്ങനെ വെച്ച് ഇരുമ്പ് ചീഞ്ചട്ടി എനിക്ക് എന്റെ കാണാനില്ല. ഇപ്പൊ അവിടെ മണപ്പുളിക്കാർ ഡൈനിങ് എടുത്തിട്ട് ആദ്യം വെച്ച് ഇതിന് ഞാനിപ്പോ ഒരു വെളുത്തുള്ളി അല്ല എന്താണ് ഒരു വലിയ ഉള്ളി, പിന്നെ ഒത്തിരി ഉലുവയും ഇട്ടു. എന്തിനാ താരനൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ. ഉലുവയും 5-6 ചെമ്പരത്തി പൂവും, നാടൻ ചെമ്പരത്തി അരച്ച് ചേർക്കണം. അപ്പൊ ഞാൻ തിളപ്പിച്ചു വെള്ളം. അതുപോലെ തന്നെ ഈ കൊയ്യാക്കടയില്ലേ, അതിലും ചിലവരിങ്ങനെ തയ്യാറാക്കിയിട്ട് തലയിൽ തേക്കുന്നുണ്ട്. അത് മുടി നന്നായി വളരും. ഏത് കൊയ്യാക്കടയാ? കൊയ്യാക്കട ഇലയും ഒക്കെ ഇതിന്റെ ഇടയിൽ കൂടി ഇട്ടിട്ട് ചായപ്പൊടി കൊടുക്കുക, തിളപ്പിച്ച് വെച്ചാൽ നല്ല കളർ മാറ്റമാണ്. ഒന്ന് നന്നായി മുടിയിലേക്ക് ഹെൽത്തും വരും. മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ്. പിന്നെ തൈര് ഒരു പൊട്ട്, അതൊക്കെ ഈ എന്തിനുണ്ടെങ്കിൽ താരനുണ്ടെങ്കിൽ പോവാനാണ്. ഒരു നുള്ളു ചെറുനാരിക്കും ഇതിനൊന്നും ചേർക്കണ്ട. തൈരും ഒരു നുള്ളു വെളിച്ചെണ്ണ, അത് കണ്ടീഷണർ, ഇതും ആക്കിയിട്ട് ഒരു നൈറ്റ് വെച്ച് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെച്ച്, ചെറിയൊരു ഇരുമ്പ് ചീനിച്ചട്ടി വാങ്ങിയ അതിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നാളെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുടി നന്നായി കഴുകണം. നന്നായി ചെമ്പരത്തി ഇലയോ ഇട്ടിട്ട് നന്നായി കഴുകിയിട്ട് ഇട്ടാലേ ഈ സാധനങ്ങൾ പിടിക്കുള്ളൂ. എന്നിട്ട് പിറ്റ് എടി 2 പ്രാവശ്യം ഇടുന്ന അത്ര നീലയമരി ചെറിയ ചൂടുവെള്ളത്തിൽ, ചെറിയ കുഞ്ഞു ചൂടുവെള്ളത്തിൽ, അതായത് ചെറിയ ചൂടുവെള്ളത്തില് ഇടണം. അത് അതിന് ഒറിജിനൽ അല്ലേ എന്ന് എനിക്കറിയില്ല. പലരും പറയുന്നു ഈ കംപ്ലൈന്റ് ഈ നീലയമരി നേരെ പിടിക്കില്ല. നീലയമരിയല്ലേ അമ്മ തേക്കുന്ന അവിടത്തെ? അതെന്താന്നറിയില്ല. അത് ഈ മൈലാഞ്ചി ഇട്ടിട്ട് പിറ്റേ ദിവസം അത് ഇടാൻ പാടുള്ളൂ. റെജിക്ക് തലകറക്കം വന്ന് നീലയമരി ഇട്ടിട്ട് എടുത്തിച്ചു പോയി ഓഫീസിന്. അല്ല ഇത് കംപ്ലീറ്റ് ആക്കുക, എന്നിട്ട് നന്നായി തേച്ച് പിടിച്ചിട്ട് 1 മണിക്കൂർ വെക്കുക. എന്നിട്ട് കുളിക്കുക. വെച്ച് പിടിപ്പിച്ച് നന്നായി തേച്ച് കുളിക്കുക.
അപ്പോൾ അതായിരുന്നു ഒരു നല്ലൊരു വീക്കെൻഡ്. ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്കൊരു നല്ല വീക്കെൻഡ് കിട്ടിയതാണ്. സാധാരണഗതിയിൽ ഞാൻ വീക്കെൻഡ്സിൽ വന്ന എന്തേലും ഒരു അച്ഛനും അമ്മയായിട്ട് അടി ഉണ്ടാക്കാണ്ട് പോവാറില്ല. പക്ഷെ എന്തോ സർപ്രൈസിംഗ്ലി നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. സോ അതാണ് പ്രോബബ്ലി എനിക്കൊരു 60 വയസ്സാകുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണും. എനിക്ക് അകമഴിഞ്ഞ സന്തോഷം ഉണ്ടാവുമെന്ന് വിശ്വാസത്തോടെ ടാറ്റാ ടാറ്റാ ടാറ്റാ.